ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഷോർട്സ് വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് വന്നിട്ട് ഈ ബ്രെഡിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിന്. അതുകൊണ്ട് ഞാൻ ഇന്നും ഉണ്ടാക്കിയിട്ട് വേഗം ഒന്നിട്ടതാണ് കേട്ടോ. പിന്നെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനാകുമ്പോൾ കുറച്ച് ടൈം കിട്ടിയത്, അപ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് വീഡിയോ കാണാം. 2 ഐറ്റംസ് ആക്കുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിനായിട്ട് ആദ്യം കുറച്ച് വെളുത്തുള്ളി, ഒരു പച്ചമുളകും കൂടിയിട്ട് ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ അതിട്ടൊന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 2 സവാള ചെറുതായി അരിഞ്ഞിട്ട്, ചെറിയ സവാള എടുത്തത്, അപ്പോൾ അത് ചെറുതായി അരിഞ്ഞിട്ട് അതുകൂടി ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ക്യാപ്സിക്കം, കാബേജ്, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് അതൊന്ന് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഗരം മസാല, കുരുമുളക് പൊടി, ക്രഷ് ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് ചെറുതായി അരിഞ്ഞെടുത്ത ചിക്കനും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 സ്ലൈസ് ചീസ് കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അവിടെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മെൽറ്റായി വന്നപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മൾ ബ്രെഡ് റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോ ബ്രെഡ് പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബ്രെഡിൽ മുക്കിയതിന് ശേഷം ഒരു ഭാഗം ഞാൻ മുക്കുന്നില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. മറ്റേ ബ്രെഡ് ഇതുപോലെ ഒന്ന് മുക്കി ഇതുപോലെ ഒന്ന് എല്ലാ സൈഡും ഇതുപോലെ മുക്കിയാൽ മതി, നടുവിലൊന്നും ആവണമെന്നില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റേ ബ്രെഡും ഇതുപോലെ ഒന്ന് മുട്ടയിൽ എല്ലാ സൈഡും ഒന്ന് മുങ്ങിയതിന് ശേഷം മറ്റേ ബ്രെഡിൻ്റെ മുകളിലൊന്ന് വെച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് അവിടെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ടയിൽ കോട്ട് ചെയ്തെടുക്കുന്നത്. ഫുള്ളായിട്ട് മുക്കണം എന്നൊന്നുമില്ല. പിന്നെ ഇതുപോലെ നല്ല പോലെ ഒന്ന് അമർത്തിയിട്ട് വേണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതവിടെ ഒട്ടിപ്പിടിക്കണം. എണ്ണയിലിടുമ്പോൾ ഇളകുന്നതിനാണ് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ഇട്ടാലും എൻ്റെ വീഡിയോക്ക് വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റ് വരാറുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ. പിന്നെ ആ ബ്രെഡ് ഒക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ആദ്യം നിങ്ങൾ ഇന്നലെ ചോദിച്ചില്ലേ ആ ബ്രെഡിൻ്റെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡെല്ലാം അതും വട്ടത്തിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മുടെ ബ്രെഡൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അപ്പുറം ഇപ്പുറം തിരിച്ച് മറിച്ചിട്ടൊന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. നല്ല ഗോൾഡ് കളറായിട്ടാകുമ്പോൾ കോരി മാറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം അതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനില്ലേ, ഈ വർഷത്തെ റമദാനിൻ്റെ ഓർഡറുകളൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്ന ബുധനാഴ്ച വരെയുള്ള ഓർഡർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആരും വിളിക്കേണ്ടതില്ല. ആ നമ്പറിലേക്ക് ഫുള്ള് ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ആവശ്യപ്പെട്ട റെസിപ്പി അതിനായിട്ട് മയോണീസും കുറച്ച് ടൊമാറ്റോ സോസും കൂടിയിട്ടൊന്ന് മിക്സ് ആക്കി വെക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ആക്കി വെക്കുക. പിന്നെ ആ ബ്രെഡിൻ്റെ പീസ് എടുത്ത് അതിലേക്ക് മയോണീസ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ടായിന്, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ ക്യാരറ്റും മല്ലിയിലയും കൂടിയിട്ട് ഒന്ന് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ എല്ലാം ആക്കി വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് മിൽമ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂണ് മുട്ടൻ്റെ മിക്സ് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം കമിഴ്ത്തി വെച്ചെടുക്കുക ഫ്രൈ പാനിലേക്ക്. അങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഈസിയാണ്. എണ്ണക്കടികളൊന്നും വേണ്ടാത്തവർക്ക് കഴിക്കാൻ അടിപൊളി ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ കുറച്ച് അതായതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗവും കുറച്ചൊന്ന് മുരിച്ചെടുക്കണം. അങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഓർഡറുകളൊക്കെ റമദാൻ കഴിഞ്ഞതിന് ശേഷമേ എടുക്കൂ. പിന്നെ റമദാൻ കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷമേ ഇനി ഓർഡറുകളൊക്കെ സ്വീകരിക്കൂ. അതുവരെ നമ്മുടെ അൽബി സ്നാക്കിന് ലൈവാണ്. പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടാവില്ലേ, നമ്മളെ ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടത്ര.
അതുകൊണ്ടാണ് നമ്മൾ ക്ലോസ് ചെയ്തത്. പിന്നെ ബുധനാഴ്ച വരെ എന്തായാലും ഓർഡർ എടുത്തിട്ടുണ്ട്. അത് നേരത്തെ ബുക്ക്ഡാണ്. എന്നിട്ടും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഓർഡർ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓർഡർ എടുക്കാൻ പറ്റാത്തതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എല്ലാവരോടും. പിന്നെ എടുക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ആക്കി തരണമെന്നും ഞങ്ങളെ ടേസ്റ്റ് എല്ലാവരിലേക്കും എത്തണമെന്നും ഒരുപാട് ആഗ്രഹമുണ്ട്. വെറും 2 ആളെ കൊണ്ട് ഇത്രയും അധികം ഓർഡറൊന്നും എടുക്കാൻ പറ്റില്ലെങ്കിലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി രാവും പകലും കഷ്ടപ്പെട്ടിട്ട് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.